ലീഗ് 4 സീസണിന് തുടക്കം. ഒറ്റപ്പാലം വൈറ്റൻസ് ഫുട്ബോൾ കൂട്ടായ്മ ലീഗ് 4 സീസണിന്റെ ഉദ്ഘാടനം പാമ്പാടി ടർഫിൽ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ കൃഷ്ണദാസ് നിർവഹിച്ചു. PRO സുരേഷ് കുമാർ ആശംസകൾ നേർന്നു. VFC രക്ഷാധികാരി TP രമേശ് ബേബി, VK അഷ്കർ, TJ അനിൽ, CT സലീം, M അബ്ദുൾ സാജിദ് എന്നിവരാണ് മറ്റ് അംഗങ്ങൾ. ഏതാണ്ട് 200 മെമ്പേഴ്സ് നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട്. അതിൽ നിന്നും ഏതാണ്ട് 100ഓളം കളിക്കാരാണ് ഇത്തവണ കളിക്കാൻ വരുന്നത്. 10 ടീമുകളായിട്ട് ഏതാണ്ട് 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ലീഗ് സീസണാണ്. ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് കായികമായിട്ടുള്ള വിനോദങ്ങൾ, മത്സരങ്ങളെല്ലാം. നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവുന്നത് തന്നെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഇല്ലാത്തത് കൊണ്ടാണെന്നുള്ള സത്യം വിസ്മരിക്കാൻ കഴിയും. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള ടർഫ് കോർട്ടുകളിൽ നടക്കുന്ന മത്സരങ്ങൾ, അതുപോലെ ഒട്ടനേകം ടർഫ് കോർട്ടുകൾ പല സ്ഥലങ്ങളിലുമായി ഇന്ന് വന്നു ചേർന്നിരിക്കുകയാണ്. അപ്പം തീർച്ചയായും കായികാരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ചിന്താഗതി ആളുകളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ള അവസരത്തിൽ ഈ പാമ്പാടി, തിരുവില്ലാമലയുടെ ഭാഗമായി പാമ്പാടി ഈ പ്രദേശത്ത് ഇത്രയും മനോഹരമായ ഈ ടർഫിനകത്ത് ഇത്രയും വലിയൊരു ലീഗ് മത്സരം സംഘടിപ്പിക്കുവാൻ ഇതിന്റെ സംഘാടകർ കഴിഞ്ഞത് തീർച്ചയായും അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ 3 ജില്ലകളിലുള്ള പ്രഗത്ഭരായ ഫുട്ബോൾ കളിച്ച് വളർന്ന ആളുകളും അതുപോലെ തന്നെ ഈ ഫുട്ബോളിനെ ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന ആളുകളുമാണ് ഇവിടെ വന്നു ചേർന്നത്. എനിക്ക് പറയുവാനുള്ളത്, ഇപ്പൊ ഈ ഇന്നത്തെ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർക്ക് ഇത്തരം കളികളിലോടൊന്നും വളരെ താല്പര്യമില്ലാത്തൊരു കാലമാണ്. തീർച്ചയായും ഇത് കണ്ടിട്ടെങ്കിലും അവർ ഈ മേഖലയിലേക്ക് കടന്നു വരട്ടെ. അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനും അവരുടെ ശരീരത്തിന്റെ പ്രത്യേക രീതിയിലുള്ള ഘടനവും മുന്നോട്ട് കൊണ്ടുപോകുന്ന സഹായമാവട്ടെ എന്നുള്ളത് എനിക്ക് പറയുന്നത്. പിന്നെ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ അതിന് ചരിത്രമുണ്ട്. പണ്ട് സോക്കർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഫുട്ബോൾ 1800 കാലഘട്ടത്തിലാണ് പ്രചാരം ആരംഭിച്ചിട്ടുള്ളത്. ഇത് ഏറ്റവും പണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്റെ ഈ ഫുട്ബോൾ എന്ന് പറയുന്ന ഈ സോക്കർ ആരംഭിച്ചത് ചൈനയിലും അതുപോലെ തന്നെ ഗ്രീസിലും റോമിലുമാണെന്നുള്ള സത്യം നാം മനസ്സിലാക്കണം. പിന്നീട് അത് യൂറോപ്പിലേക്ക് കടന്നു വന്ന് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ, ബ്രിട്ടീഷ് റൂളർമാരുടെ കാലഘട്ടത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ സ്കൂളുകളിലാണ് പിന്നെ ഫുട്ബോളിന് ആരംഭം കുറിച്ചത്. പിന്നീട് 1880-കളിലെങ്ങാണ്ടാണ് ഇത് മറ്റു രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയിലുള്ള രാജ്യങ്ങളിലേക്ക് ഈ സോക്കർ ഫുട്ബോളായി രൂപാന്തരപ്പെട്ടത്. നമുക്കിന്ന് ലോകം മുഴുവൻ തന്നെ ഫുട്ബോൾ പ്രേമികളുണ്ട്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ കാണുവാനും കളിക്കുവാനും ആഗ്രഹിക്കുന്ന ഒരു കല അല്ലെങ്കിൽ ഒരു വലിയ സ്പോർട്സ് ആണ് ഫുട്ബോൾ. എന്റെ ചെറുപ്പകാലത്ത് ഞാൻ 5 വർഷം തുടർച്ചയായി ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുന്ന സംഘാടക സമിതിയുടെ പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളതാണ് സത്യം. ആ കാലഘട്ടത്തിൽ പാലക്കാട് ജില്ലയിൽ ഏറ്റവും നല്ല ടൂർണമെന്റ് നടത്തിയ അവാർഡ് കരസ്ഥമാക്കിയ ആളാണ്. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഈ സ്പോർട്സ് രംഗത്തുള്ള ആളുകൾ, അതിനോട് സ്നേഹിക്കുന്ന, അതിനെ ആരാധിക്കുന്ന ആളുകളെ കാണുമ്പോൾ പ്രത്യേകം സന്തോഷമുണ്ട്. നമുക്ക് ഈ സംസ്കാരം ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇത് പാമ്പാടിയോ തിരുവില്ലാമലയിലോ 3 ജില്ലയിലോ ഒതുക്കേണ്ട കാര്യമല്ല. പ്രത്യേകിച്ച് ഈ പ്രദേശത്തും ഈ നാട്ടിലും അല്ലെങ്കിൽ ഈ മറ്റു ജില്ലകളിലുമെല്ലാം സ്കൂളുകളും കോളേജുകളിലേക്കും നിങ്ങളുടെ ഈ ക്ലബിന്റെ, ഇതിന്റെ സംഘാടകരുടെ ഒരു ചെറിയ ഒരു എത്തി നോട്ടം ആവശ്യമാണെന്നുള്ളത് കൂടെ പറഞ്ഞുകൊണ്ട് ഈ വലിയ മാമാങ്കത്തിന്, ഫുട്ബോൾ മാമാങ്കത്തിന്, പ്രത്യേകിച്ച് വെറ്ററൻ ഫുട്ബോൾ ഈ മാമാങ്കത്തിന്, ഈ ലീഗ് മത്സരത്തിന്, 2 മാസം നീണ്ടു നിൽക്കുന്ന ഈ ലീഗ് മത്സരത്തിന് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. ഇതിന് ചരിത്രപ്രധാനമായ ഒരു സ്ഥാനം നേടുവാൻ ഇതിലൂടെ സാധിക്കട്ടെ. ഈ പാമ്പാടിയുടെ യശസ്സും പേരും ഇനി ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഇതിൽ പങ്കെടുക്കുന്ന ഓരോ ആളുകൾക്കും അവരുടെ മനസ്സിന്റെ സന്തോഷമാണ് വലുത്. വിജയത്തിനേക്കാൾ ഉപരി നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ കഴിയില്ല. ഓരോ ടീമുകളും മത്സരിക്കുകയും ചിലപ്പോൾ അതിന് പരാജയപ്പെടുകയും പിന്നീട് അടുത്ത കളി കളിക്കുകയും ഒക്കെ ചെയ്യും. എല്ലാ ആളുകൾക്കും ഒരുപോലെ തന്നെ വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി, ഈ മെഗാ ഫുട്ബോൾ മത്സരം എല്ലാവരും അറിയപ്പെടുന്ന ഒരു മത്സരമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന ഓരോ ആളുകൾക്കും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു, അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ഇതിന്റെ സംഘാടകർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇത് ഔപചാരികമായി നിങ്ങളുടെ അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. എല്ലാ കായിക പ്രേമികളോടും എനിക്ക് ഒരു സന്തോഷ വർത്തമാനം അറിയിക്കാനുള്ളത്, കാരണം
ഇവിടെയുള്ള VFC സീസൺ 4-ലെ സീനിയർ ടീമിന് വേണ്ടി വന്നിട്ടുള്ള എല്ലാവരുടെയും മനസ്സിൽ അയവത്വവും ചൊല്ലുറക്കും ഉള്ളത് കൊണ്ടാണ് നമ്മൾ കളിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു മനസ്സാണ് ഇന്നത്തെ അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ വിജയത്തിന്റെ ഒരു ഘടകം, പ്രധാന ഘടകം. അപ്പോൾ ആരോഗ്യം വളരെ പിന്നോക്കം പോകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ നെഹ്റു ഗ്രൂപ്പിന്റെ ചെയർമാൻ സാർ പറഞ്ഞ പോലെ ഈ ഒരു സംസ്കാരം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. കാരണം മൊബൈലിന്റെയും ഡിജിറ്റൽ ടെക്നോളജികളെയും അടിമകളായി ശരീരത്തിനെ അവഗണിച്ചുകൊണ്ട് പലതരം രോഗങ്ങളുടെ അടിമകളാകുന്ന ഈ കാലഘട്ടങ്ങളിൽ അതിൽ നിന്ന് മോചിതരാവാനായിട്ട് ഇങ്ങനെയുള്ള ഒരു സംസ്കാരം ഉണ്ടെങ്കിലാണ് നമുക്ക് ശാരീരികമായും മാനസികമായിട്ടുള്ള ആരോഗ്യം ഉണ്ടാവുള്ളൂ. ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമിനും വിജയിക്കാൻ കഴിയില്ലെങ്കിലും ചെയർമാൻ പറയുന്ന പോലെ നല്ല രീതിയിൽ കളിക്കുന്ന ടീം വിജയിക്കട്ടെ. നിറഞ്ഞ കയ്യടിയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. അയ്യോ എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാം വന്നിട്ടുണ്ട്.